നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഗുണ്ടുമണി കുറച്ച് കോവയ്ക്കകളുണ്ട് കേട്ടോ. അവരൊന്ന് പറിച്ചെടുക്കാം. ദാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വെയിലത്ത് വെച്ച് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ദാ ഇത്രയുമായിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കോവയ്ക്ക ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള അരിഞ്ഞത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പാകമായി വന്നപ്പോൾ അതൊന്ന് കോരി 2 വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയാണ് നമ്മുടെ താരത്തെ കാണാൻ പോകുന്നത്. കോവയ്ക്ക ഉണക്കി വെച്ചിരിക്കുന്ന ഇതെടുത്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ക്രിസ്പി ആവുന്ന ഒരു രീതിയിൽ ഒന്ന് എടുക്കാം. അതിനുശേഷം 2 ടീസ്പൂണ് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പാകമായിട്ട് വരുമ്പോൾ എല്ലാ മിക്സും കൂടി അതിലേക്കിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ എല്ലാം അവിടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. നോക്കാം അവരുടെ അഭിപ്രായം എന്താണെന്ന്. സൂപ്പറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഡിയേഴ്സ്.